ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. അതായത് ചൈനയും അമേരിക്കയും. എന്നാൽ ഈ വ്യാപാര യുദ്ധം നമ്മുടെ രാജ്യത്തെ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? ഇതാണ് ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ വളരെ കൗതുകകരമായൊരു ഉത്തരമാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതെന്തായിരിക്കും എന്നല്ലേ പറയാം. അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഈ വ്യാപാര യുദ്ധം അമേരിക്ക സ്വയം കുഴിച്ച കുഴിയാണ്. ചൈനയെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്താൻ അവരായിട്ട് തന്നെ വെട്ടിയൊരുക്കിയ വഴി. അപ്പോൾ ലോകക്രമം മാറുവാനൊരുങ്ങുന്ന ഈ അവസരത്തിൽ ഈ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കിയാലോ? എങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകാം. ട്രംപ് വീണ്ടും വന്നതോടെ താരിഫ് ചെറിയ രീതിയിൽ ഉയർത്തിയേക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ലോക രാജ്യങ്ങൾക്ക് 10% മുതൽ 90% വരെ വർദ്ധിപ്പിച്ച് ലോകത്ത് തന്നെ ഞെട്ടിച്ചു. അതിൽ ശത്രുരാജ്യങ്ങളെന്നോ സഖ്യരാജ്യങ്ങളെന്നോ വിവേചനമില്ലാതെ എല്ലാവർക്കും കിട്ടി. ഇങ്ങനെ വ്യാപാര യുദ്ധം കനക്കുന്നതിനിടെ വീണ്ടും എല്ലാവരെയും ഞെട്ടിച്ച് അധികമായി ചുമത്തിയ ഇറക്കുമതി തീരുവ 90 ദിവസത്തേക്ക് മരവിപ്പിച്ചു. എന്നാൽ ഒരു രാജ്യത്തെ മാത്രം അതിൽ നിന്നും ഒഴിവാക്കി. ട്രംപ് ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന ചൈനയെ. ചൈനയ്ക്ക് തുടക്കത്തിൽ പ്രഖ്യാപിച്ച 34% തീരുവ ഓരോരോ ദിവസവും എന്നോണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ വ്യാപാര യുദ്ധത്തിൽ അടിസ്ഥാനപരമായി ട്രംപ് ലക്ഷ്യം വെക്കുന്നത് ഇന്ന് അമേരിക്കയോടൊപ്പം തന്നെ കിടപിടിക്കാൻ ശേഷിയുള്ള ചൈനയെ തന്നെയാണ്. അക്കാര്യം ചൈനയ്ക്കും നല്ല ബോധ്യമുണ്ട്. നിലവിൽ വ്യാപാര യുദ്ധം പോയി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇറക്കുമതി തീരുവ 245% വരെയായി വർദ്ധിപ്പിച്ച ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. യുഎസിലേക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഇപ്പോൾ 245% വരെ തീരുവ നൽകണം. അമേരിക്കയുടെ ഈ തീരുമാനത്തോടെ വ്യാപാര യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. 2018 വളർന്നു വരുന്ന വിപണികളിൽ മാന്ദ്യം അലയടിക്കാൻ മാസങ്ങളാണ് എടുത്തത്. എന്നാൽ 2025 നമ്മൾ വരുമ്പോൾ അതിന്റെ ആഘാതം ഏതാണ്ട് ഒറ്റ രാത്രി കൊണ്ട് അനുഭവപ്പെട്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അമേരിക്ക ചൈനയ്ക്കെതിരെയുള്ള തീരുവ 145% ഉയർത്തിയത്. ഇതിന് തിരിച്ചടിയായി ചൈന ബോയിങ് ജെറ്റുകളുടെ വിതരണം നിർത്താൻ തങ്ങളുടെ വിമാന കമ്പനികളോട് ഉത്തരവിട്ടിരുന്നു. ഇതിനുശേഷമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും വീണ്ടും താരിഫ് വർധന ഉണ്ടായത്. എന്നാൽ ഇത് പുതിയ താരിഫ് ഏർപ്പെടുത്തിയതല്ലെന്നും ചില ഉൽപ്പന്നങ്ങൾക്ക് മാത്രം 245% താരിഫ് നേരിടേണ്ടി വരുന്നതാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അതായത് ചില ഉൽപ്പന്നങ്ങളുടെ തീരുവ 2025 മുമ്പ് 100% നിരക്ക്, ഫെന്റനൈൽ ലെവിയുടെ 20%, 125% പരസ്പര താരിഫ് എന്നിവ സംയോജിപ്പിച്ച് ആകെ 245% തീരുവയാണ് ഇത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തെ തുടർന്ന് ഏറെ വലഞ്ഞിരിക്കുന്ന ആഗോള വിപണികളെ വീണ്ടും ആശങ്കയിലാക്കുന്ന നീക്കമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ പകരച്ചന്തം ഏർപ്പെടുത്തിയതിന് മറുപടിയായിട്ടാണ് ചൈനയ്ക്കുള്ള തീരുവ കൂട്ടിയത്. താരിഫ് യുദ്ധം തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഭരണകൂടം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% വരെ നികുതി വർദ്ധിപ്പിച്ചത്. ഇതിന് തിരിച്ചടിയായി അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മേലും ചൈന 145% നികുതി ചുമത്തുകയും പല US കമ്പനികൾക്ക് മേലും നിയന്ത്രണങ്ങൾ പോലും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ചൈനീസ് വ്യോമയാന കമ്പനികളോട് അമേരിക്കൻ കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങുന്നത് നിർത്തിവെക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചൈനീസ് സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനോടുള്ള പ്രതികരണമായിട്ടാണ് നികുതി ഇരട്ടിയായി US വർദ്ധിപ്പിച്ചത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നികുതി പ്രഖ്യാപിച്ചതോടെ 75 രാജ്യങ്ങൾ US-മായി വ്യാപാര കരാറിനുള്ള ചർച്ചകൾക്ക് സന്നദ്ധമായി. ഈ രാജ്യങ്ങൾക്ക് അധിക നികുതി ചുമത്തുന്നത് നടപ്പാക്കുന്നത് 90 ദിവസത്തേക്ക് ട്രംപ് നിർത്തിവെക്കുകയും ചെയ്തു. എന്നാൽ ഭീഷണിപ്പെടുത്തി ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയ ചൈനയ്ക്ക് മേൽ കൂടുതൽ നികുതി ചുമത്തുകയാണ് ട്രംപ് ഭരണകൂടം ചെയ്യുന്നത്. അതേസമയം താരിഫുകൾ അതിവേഗം ഉയരുകയും വിതരണ ശൃംഖലകൾ ചുരുളഴിയുകയും ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ നമ്മുടെ രാജ്യത്തെ ഈ ട്രേഡ് വാർ എങ്ങനെ ബാധിക്കുമെന്നൊരു ആശങ്ക എല്ലാവർക്കുമുണ്ട്. വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്ന നമ്മുടെ ഇന്ത്യക്ക് ഈ വ്യാപാര യുദ്ധം വില്ലനാകുമോ അതോ അവസരമാകുമോ? ഈ ചോദ്യത്തിന് 2 ഉത്തരങ്ങളാണ് നമുക്കുള്ളത്. ഗുണവും ചെയ്യും, അതുപോലെ ദോഷവും ചെയ്യും. എങ്ങനെയാണെന്നാൽ, ഒന്നാമതായി നമ്മുടെയൊക്കെ നിർമ്മാണ മേഖല ചൈനീസ് ഘടകങ്ങളെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സിൽ ബാറ്ററികൾ, സെമി കണ്ടക്ടറുകൾ മുതൽ ഡിസ്പ്ലേ പാനലുകൾ വരെ ചൈനയെ ആശ്രയിച്ചാണുള്ളത്. അതായത് സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഉപകരണങ്ങൾ എന്നിവയുടെയൊക്കെ വില വരും ആഴ്ചകളിൽ കൂടുതലായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയും സമാനമായൊരു അപകട സാധ്യത മുന്നിൽ കാണുന്നുണ്ട്.
ആഗോള ഔഷധ വ്യവസായ ശക്തിയാണ് നമ്മുടെ ഇന്ത്യ എങ്കിലും ഇന്ത്യ ഉപയോഗിക്കുന്ന സജീവ ഔഷധ ചേരുവകളുടെ ഏകദേശം 70% ചൈനയെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുകയും മരുന്നുകളുടെ വിതരണം വൈകിപ്പിക്കുകയും ചെയ്യും. ഇത് ആഗോള ജനറിക് മരുന്ന് വിപണികളിൽ ഒരു ചാഞ്ചാട്ടം തന്നെ ഉണ്ടാക്കും. ഉയർന്ന ഇൻപുട്ട് ചെലവുകളും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റവും മൂലം ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കൾക്ക് അവരുടെ വിതരണ ശൃംഖലകൾ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രിക് വാഹന ബാറ്ററികൾ മുതൽ സ്പെഷ്യാലിറ്റി ലോഹങ്ങൾ വരെ ഇന്ത്യൻ ഫാക്ടറികൾ പ്രവർത്തിപ്പിക്കുന്ന പല ഭാഗങ്ങളും ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ US താരിഫ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പ്രദേശങ്ങളിൽ നിന്നോ ആണ് വരുന്നത്. പിന്നെ സ്റ്റീല്. US യൂറോപ്യൻ വിപണികൾ മുറുകുന്നതോടെ ചൈനീസ് ഉൽപാദകർ അധിക ഇൻവെന്ററി ഇന്ത്യ പോലുള്ള ഇതര വിപണികളിലേക്ക് ഇറക്കാനായിട്ട് ശ്രമിച്ചേക്കാം. അത് പ്രാദേശിക വിലകൾ കുറയ്ക്കുകയും ഇതിനകം തന്നെ ലാഭസമ്മർദ്ദം നേരിടുന്ന ഇന്ത്യൻ ഉൽപാദകരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. പക്ഷേ ഇതെല്ലാം മോശം വാർത്ത മാത്രമല്ല. അവസാനഘട്ട വ്യാപാര സംഘർഷങ്ങൾ എന്ന പോലെ ഇന്ത്യയുടെ IT, ടെക് സേവന വ്യവസായത്തിനും നേട്ടമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ചൈനയിലെ വർദ്ധിച്ചു വരുന്ന ചെലവുകളും അസ്ഥിരതയൊക്കെ സംബന്ധിച്ച് ആശങ്കാകുലരായ അമേരിക്കൻ കമ്പനികൾ, പ്രത്യേകിച്ചും ബാക്ക് എൻഡ് പ്രവർത്തനങ്ങൾ, ഈ സോഫ്റ്റ്വെയർ വികസനം, AI പിന്തുണ എന്നിവയ്ക്കൊക്കെയായി ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സിംഗ് ത്വരിതപ്പെടുത്തിയേക്കാം. കൂടാതെ കാർഷിക മേഖലയിലും അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ചൈന US കാർഷിക ഇറക്കുമതിയിൽ നിന്ന് പിന്മാറിയാൽ പ്രത്യേകിച്ചും സോയാബീൻ, പരുത്തിയൊക്കെ പോലുള്ള വിപണികളിൽ ഇന്ത്യക്ക് ഇടപെടാൻ അവസരം ലഭിച്ചേക്കാം. എന്നാൽ അത്തരം നേട്ടങ്ങൾ പലപ്പോഴും പോസിബിൾ ആയതുമല്ല കേട്ടോ. അടുത്തത് ചൈനീസ് കമ്പനികൾ വിപുലീകരണത്തിനായി പ്രാദേശിക വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഇന്ത്യൻ വിപണിയിലേക്കുള്ള പ്രവേശനത്തിന് കൂടുതൽ മുൻഗണന നൽകാൻ ഒരുങ്ങുകയാണത്രേ. ട്രംപ് ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫുകളെ മറികടക്കാൻ ചൈനയ്ക്ക് വിയറ്റ്നാം വഴി കയറ്റുമതി ചെയ്ത് ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ നിക്ഷേപിക്കാൻ സാധിക്കും. ചൈന, വിയറ്റ്നാം തുടങ്ങിയ ചില രാജ്യങ്ങളിലെ ഉയർന്ന താരിഫുകൾ ഇന്ത്യയിലേക്ക് സാധനങ്ങൾ വഴിതിരിച്ചു വിടാൻ സാധ്യതയുള്ളതിനാൽ നമ്മുടെ ഗവൺമെന്റും അതിനുള്ള വഴി തുറന്നിടാൻ ഒരുങ്ങുകയാണ്. കൂടാതെ കനത്ത തീരുവ നേരിടുന്ന ചൈനയിൽ നിന്ന് മറ്റ് വിപണികളിൽ നിന്ന് ഭാഗങ്ങൾ വഴിതിരിച്ചു വിടാൻ തടയാൻ യൂറോപ്യൻ യൂണിയൻ, UK, US എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഓട്ടോ പാർട്സുകളിൽ കുറഞ്ഞ പ്രാദേശിക മൂല്യവർദ്ധനവ് വ്യവസ്ഥകൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയും ഇന്ത്യ പരിശോധിച്ചു വരികയാണ്. അപ്പോൾ 2030 ആകുമ്പോഴേക്കും $500 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ US-മായി ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കാനുള്ള പാതയിലുള്ള ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാതാവിന് തടസ്സം നേരിടുമ്പോൾ സ്വാഭാവികമായും ആകർഷകമായ ഒരു ബദലായി ഉയർന്നു വരാനായി സാധിക്കും. ചൈനീസ് നിർമ്മാതാക്കളും അത് മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ തൽഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു നീക്കം നടന്നത്. കൂടാതെ US ചൈന വ്യാപാര യുദ്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കയറ്റുമതി അവസരങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വാണിജ്യ വ്യവസായ മന്ത്രാലയം ആരംഭിച്ചും കഴിഞ്ഞു. വസ്ത്രങ്ങൾ, അനുബന്ധ ഉപകരണങ്ങൾ, രാസവസ്തുക്കൾ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിവയ്ക്ക് ഉൾപ്പെടെ കുറഞ്ഞത് ഒരു 10 മേഖലകളിലെങ്കിലും ഇന്ത്യ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒപ്പം തന്നെ US-ന്റെ വസ്ത്ര ഇറക്കുമതിയിൽ ചൈനയുടെ പങ്ക് 25% ഇന്ത്യയുടേതാകട്ടെ 3.8% മാത്രമാണെന്നും ഇത് ഉയർന്ന താരിഫ് വ്യത്യാസമുള്ള ഇന്ത്യക്ക് ഒരു വലിയ അവസരം നൽകുന്നുവെന്നുമാണ്. അതുപോലെ തന്നെ $900 ബില്യൺ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ US ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിൽ ചൈനയുടെ വിഹിതം എന്ന് പറയുന്നത് 50%-ലധികവും ഇന്ത്യയുടേതാകട്ടെ വിഹിതം എന്ന് പറയുന്നത് 7% മാത്രവുമാണ്. അപ്പോൾ ഇതും ഇന്ത്യക്ക് ഒരു അവസരമാണ്. എന്നാൽ അതേസമയം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ചൈനയുമായുള്ള വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നത് US-ന് മേലും സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഒരു ഘടകമാണ്. അവകാശപ്പെട്ടതുപോലെയുള്ള നേട്ടം രാജ്യത്തിനും അവിടെയുള്ള ജനങ്ങളിലേക്കും വന്നു ചേരുന്നില്ലെങ്കിൽ US-ൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായും സാമ്പത്തികവുമായുള്ള തിരിച്ചടി ട്രംപ് ഭരണകൂടത്തെ കാത്തിരിക്കുന്നുണ്ടാകും. ഇന്നലെ വരെ നിർബാധം ആശ്രയിച്ചിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കാരണം ഒറ്റയടിക്ക് വില വർദ്ധിച്ച സാഹചര്യം പണപ്പെരുപ്പം വർദ്ധിപ്പിക്കാനും ഡിമാൻഡ് കുറയാനും ഒക്കെ ഇടയാക്കാം. വിതരണ ശൃംഖല തകരുന്നത് നിക്ഷേപകരെയും സംരംഭകരെയും ഒക്കെ പിൻവലിയാൻ പ്രേരിപ്പിക്കാം. ഓഹരി വിപണിയിൽ നേരിട്ട കടുത്ത ചാഞ്ചാട്ടം ഇത് ശരിക്കും വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിലെ ഇപ്പോഴുള്ള സംഭവ വികാസങ്ങൾ ഒരു തന്ത്രപരമായ പുനഃക്രമീകരണം ആവശ്യമായ ഘട്ടത്തിലേക്ക് അമേരിക്കയെ കൊണ്ടുചെന്നെത്തിക്കാമെന്നാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അതായത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ US-നെതിരെ കട്ടക്ക് നിൽക്കാൻ ചൈനയ്ക്ക് കരുത്ത് പകരുന്ന ഘടകങ്ങൾ എന്താണ് എന്നത്. ദീർഘകാല സാമ്പത്തിക ആസൂത്രണത്തിൽ നിലയുറപ്പിച്ചുകൊണ്ടുള്ള തന്ത്രപരമായ ആത്മവിശ്വാസമാണ് പകരച്ചുങ്കം സംബന്ധിച്ച വിഷയത്തിൽ US-മായി കൊമ്പുകോർക്കാൻ ചൈനയ്ക്ക് പിൻബലം നൽകുന്നത്. ഇതിൽ രാജ്യത്തിന്റെ സ്വാശ്രയത്വത്തിലും കഠിനാധ്വാനത്തിലും വേരൂന്നിക്കൊണ്ടുള്ള ചൈനയുടെ വളർച്ചയ്ക്കായാണ് 2012 പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത് മുതൽ ഷീ ജിൻപിങ് ശ്രമിക്കുന്നത്. ഇതിനുള്ള ഉത്തമ ഉദാഹരണമാണ് മെയ്ഡ് ഇൻ ചൈന 2025 എന്ന പദ്ധതി. ഇതിലൂടെ സെമി കണ്ടക്ടർ പോലെ തന്ത്ര പ്രാധാന്യമുള്ള നൂതന സാങ്കേതിക
സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുള്ള വിദേശ ആശ്രയത്വം കുറയ്ക്കുന്നതിനും ആഗോള മാനുഫാക്ചറിംഗ് മേഖലയിലെ അതിശത്വം നിലനിർത്തുന്നതിനുമുള്ള ശ്രമങ്ങളാണ് വ്യക്തമാക്കിയത്. അതുപോലെ കഴിഞ്ഞ 7 ദശാബ്ദങ്ങൾ കൊണ്ട് ചൈന സ്വായത്തമാക്കിയ വളർച്ച ആരുടെയും ഔദാര്യത്തിലല്ല എന്ന് അടുത്തിടെ ഷീ ജിൻപിങ് നടത്തിയ പ്രസ്താവന ദീർഘകാല സ്വയംഭരണം സംരക്ഷിക്കുന്നതിനായി ക്ലീൻ എനർജി, സെമി കണ്ടക്ടർ, ഡിഫൻസ് മാനുഫാക്ചറിംഗ് പോലെ നിർണായക വ്യവസായ മേഖലകളിൽ നേരിടാനുള്ള ചൈനയുടെ ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ചൈനയുടെ കേന്ദ്രീകൃത രാഷ്ട്രീയ സംവിധാനവും ശക്തമായ ദേശീയതയും ഒത്തുചേർന്നുള്ള പരിസ്ഥിതി വിദേശത്ത് നിന്നും ഒരു വെല്ലുവിളി ഉയരുമ്പോൾ ഒറ്റക്കെട്ടായി അടിച്ചേരുന്നതിലേക്ക് നയിക്കുന്നു. അതുപോലെ ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് ഹബ്ബ് എന്ന നിലയിൽ ആഗോള സമ്പദ്ഘടനയിൽ കേന്ദ്രസ്ഥാനം വഹിക്കുന്നത് തങ്ങളാണെന്നുള്ള ആത്മവിശ്വാസവും പകരച്ചുങ്കത്തിൽ US-നോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യം ചൈനയ്ക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ US വർദ്ധിപ്പിച്ച് ഇറക്കുമതി തീരുവ പണപ്പെരുപ്പത്തിലൂടെ അവിടുത്തെ തന്നെ ഉപഭോക്താക്കളുടെയും സംരംഭങ്ങളുടെയും കീശ ചോർത്തുമെന്നും വിതരണ ശൃംഖലയെ തകർക്കുമെന്നും ചൈന കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ ട്രംപ് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം കാരണം US-ന്റെ മേധാവിത്വം ശോഷിക്കുന്നതിനും മറുവശത്ത് ആഗോള സൂപ്പർ പവർ എന്ന പദവിയിലേക്ക് തങ്ങളെ ഉയർത്തുമെന്നാണ് ചൈന വിലയിരുത്തുന്നത്. അപ്പോൾ ചൈനയുടെ ഈ മേധാവിത്വത്തെക്കുറിച്ചും ഇന്ത്യക്ക് വീണ് കിട്ടിയ സുവർണ അവസരത്തെയും നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെന്തായാലും കമന്റ് ചെയ്യൂ. അതോടൊപ്പം പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തുവരെ നന്ദി.